ഹലോ ഗായ്സ്, എല്ലാവർക്കും മലയാളം പൊളിറ്റി ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയും മലയാളത്തിൽ ലളിതമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങളെ സഹായിക്കുന്നു. ഇന്ന് നമുക്ക് ഭരണഘടനയുടെ സവിശേഷതകളെക്കുറിച്ച് സംസാരിക്കാം. സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന അതിന്റെ വ്യവസ്ഥകളിൽ ഭൂരിഭാഗവും മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന നിരവധി പ്രധാന സവിശേഷതകൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. 1949 അംഗീകരിച്ച നമ്മുടെ ഭരണഘടന നിരവധി ഭേദഗതികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം ഭരണഘടനയുടെ വിവിധ ഭാഗങ്ങളിൽ വരുത്തിയ പ്രധാനപ്പെട്ടതും വലുതുമായ മാറ്റങ്ങൾക്ക് കാരണം 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 1976 ആണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഭരണഘടന നിരവധി ഭേദഗതികളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന്. എന്താണ് ഈ ഭേദഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭരണഘടനയുടെ ഭേദഗതിയെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഭരണഘടനയുടെ ഭേദഗതി എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതെങ്കിലും വ്യവസ്ഥയിൽ മാറ്റം വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഇതിൽ കൂട്ടിച്ചേർക്കലുകൾ, മാറ്റങ്ങൾ അല്ലെങ്കിൽ നീക്കം ചെയ്യലുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതിനായി ഭരണഘടനയിൽ നിർവചിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഭരണഘടന ഭേദഗതികൾ വരുത്തുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഏതൊക്കെ കാരണങ്ങളാലാണ് ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനായി. മാറുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭരണഘടനയെ കാലികമായി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായി, ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി. ചില ഭേദഗതികൾ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനും ഉറപ്പുവരുത്താനും ലക്ഷ്യമിടുന്നു. മൂന്നാമതായി, ഭരണനിർവഹണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ സുതാര്യമാക്കാനും ഭേദഗതികൾ സഹായിക്കുന്നു. നാലാമതായി, സാമൂഹിക നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പിന്നോക്ക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും മറ്റു ദുർബല വിഭാഗങ്ങൾക്കും നീതിയും തുല്യതയും ഉറപ്പുവരുത്തുന്നതിനായുള്ള ഭേദഗതികൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ചാണല്ലോ നമ്മൾ തുടങ്ങി വെച്ചത്. എന്തൊക്കെയാണ് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് നമുക്ക് സംസാരിക്കാം. പ്രധാനപ്പെട്ട 17 സാലിയന്റ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമതായി, ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടന എന്നുള്ളതാണ്. അതായത് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. പൊതുവെ ഭരണഘടന 2 തരത്തിലുണ്ട്. എഴുതപ്പെട്ട ഭരണഘടന, എഴുതപ്പെടാത്ത ഭരണഘടന. അതായത് ലിഖിതവും അലിഖിതവും. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് അമേരിക്കൻ ഭരണഘടന. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഇതിലേതാണ്? റിട്ടൺ ആണോ അതോ അൺറിട്ടൺ ആണോ? ഇന്ത്യൻ ഭരണഘടന റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. വെറുമൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടന നമ്മുടേതാണ്. 1949 നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നത്. അന്ന് ഒരു പ്രയാമ്പിളും 395 ആർട്ടിക്കിളും 22 ഭാഗങ്ങളും 8 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. ലോകത്തിലെ എല്ലാ ലിഖിത ഭരണഘടനകളിലും ഏറ്റവും ദൈർഘ്യമേറിയതാണ് ഇന്ത്യൻ ഭരണഘടന. നമ്മുടെ ഭരണഘടനയുടെ വലിപ്പത്തിന് 4 ഘടകങ്ങൾ കാരണമായിട്ടുണ്ട്. ഒന്നാമതായി, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, അതായത് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ. അതായത് രാജ്യത്തിന്റെ വിശാലതയും അതിന്റെ വൈവിധ്യവും. രണ്ടാമതായി, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, അതായത് ചരിത്രപരമായ ഘടകങ്ങൾ. ഉദാഹരണം 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ടിന്റെ സ്വാധീനം. ഇത് വളരെ വലുതായിരുന്നു. മൂന്നാമതായി പറയപ്പെടുന്നത് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ബോത്ത് സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ആയി ഏക ഭരണഘടനയാണ് നമുക്കുള്ളത്.
നാലാമതായി പറയപ്പെടുന്നത് ഭരണഘടനാ അസംബ്ലിയിൽ നിയമപരമായ പ്രമുഖരുടെ ആധിപത്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. ഇന്ത്യൻ ഭരണഘടന അതിന്റെ വ്യവസ്ഥകളിൽ ഭൂരിഭാഗവും മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നും 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ടിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. ഭരണഘടനയുടെ ഘടനാപരമായ ഭാഗം ഒരു പരിധിവരെ 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ടിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഫിലോസഫിക്കൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇതൊക്കെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഭരണഘടനയുടെ രാഷ്ട്രീയ ഭാഗം അഥവാ പൊളിറ്റിക്കൽ പാർട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്നത് പ്രധാനമായും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ്. ഇവ കൂടാതെ കാനഡ, ദക്ഷിണാഫ്രിക്ക, ജപ്പാൻ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, സോവിയറ്റ് യൂണിയൻ എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഭരണഘടന മറ്റ് വ്യവസ്ഥകൾ കടം കൊണ്ടിട്ടുണ്ട്. ഭരണഘടനയുടെ ഏറ്റവും ആഴത്തിലുള്ള സ്വാധീനവും ഭൗതിക സ്രോതസ്സും 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആണ്. ഫെഡറൽ സ്കീം, ജുഡീഷ്യറി, ഗവർണർമാർ, അടിയന്തര അധികാരങ്ങൾ, പബ്ലിക് സർവീസ് കമ്മീഷനുകൾ, മിക്ക ഭരണപരമായ വിശദാംശങ്ങളും ഈ ആക്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഭരണഘടനയിലെ പകുതിയിലധികം വ്യവസ്ഥകളും 1935 ആക്ടിനോട് സമാനമോ സാമ്യമുള്ളതോ ആണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സവിശേഷത ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്താണ് ഈ ഫ്ലെക്സിബിലിറ്റി, റിജിഡിറ്റി എന്നതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെയുണ്ട്. അമേരിക്കൻ ഭരണഘടന പോലുള്ള ഭേദഗതികൾക്ക് പ്രത്യേക നടപടിക്രമം ആവശ്യമുള്ള ഒന്നിനെയാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മറുവശത്ത് സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുന്ന അതേ രീതിയിൽ ഭേദഗതികൾ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് സ്പെഷ്യൽ പ്രൊസീജിയർ അമെൻമെന്റിന് ആവശ്യമുള്ള അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെയൊക്കെയാണ് എന്തു പറയുന്നത്, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ ഒരു ഓർഡിനറി ലോ നിർമ്മിക്കുന്നത് പോലെ അമെൻഡ് ചെയ്യാൻ പറ്റുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യ ഇതിൽ ഏതിൽ പെടും? ഇന്ത്യ ഇത് രണ്ടും ചേർന്നതാണ്. അതുകൊണ്ടാണ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യ ഇതിന്റെ രണ്ടിന്റെയും സമന്വയമാണ്. അതായത് ചില ഭേദഗതികൾ ഇന്ത്യ സ്പെഷ്യൽ പ്രൊസീജിയർ വഴിയും ചില ഭേദഗതികൾ ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയുടെ രീതിയിലും നടത്തുന്നു. നാലാമത്തെ സവിശേഷതയാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഒരു ഫെഡറേഷന്റെ എല്ലാ സാധാരണ സവിശേഷതകളും അതിലടങ്ങിയിരിക്കുന്നു. അതായത് ടു ഗവൺമെന്റ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, റിജിഡിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആൻഡ് ബൈകാമറലിസം. അതായത് 2 ഗവൺമെന്റ്, അധികാര വിഭജനം, ലിഖിത ഭരണഘടന, ഭരണഘടനയുടെ ആധിപത്യം, ഭരണഘടനയുടെ കാഠിന്യം, സ്വതന്ത്ര ജുഡീഷ്യറി, ദ്വിസഭാ സംവിധാനം. എന്നിരുന്നാലും ഇന്ത്യൻ ഭരണഘടനയിൽ ധാരാളം ഏകീകൃത അല്ലെങ്കിൽ ഫെഡറൽ ഇതര സവിശേഷതകൾ അടങ്ങിയിരിക്കുന്നു. ഏതൊക്കെയാണവ? എ സ്ട്രോങ് സെന്റർ, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി, അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ ബൈ ദ സെന്റർ, ഓൾ ഇന്ത്യ സർവീസസ്, എമർജൻസി പ്രൊവിഷൻസ് ആൻഡ് സോ ഓൺ. അതായത് ശക്തമായൊരു കേന്ദ്രം, ഏക ഭരണഘടന, ഏക പൗരത്വം, ഭരണഘടനയുടെ വഴക്കം, സംയോജിത ജുഡീഷ്യറി, കേന്ദ്രം സംസ്ഥാന ഗവർണറെ നിയമിക്കൽ, അഖിലേന്ത്യാ സേവനങ്ങൾ, അടിയന്തര വ്യവസ്ഥകൾ തുടങ്ങിയവ. മാത്രമല്ല ഭരണഘടനയിൽ എവിടെയും ഫെഡറേഷൻ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. മറുവശത്ത് ആർട്ടിക്കിൾ 1 ഇന്ത്യയെ സംസ്ഥാനങ്ങളുടെ യൂണിയൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അത് 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. 1, ഇന്ത്യൻ ഫെഡറേഷൻ സംസ്ഥാനങ്ങളുടെ കരാറിന്റെ ഫലമല്ല. 2, ഒരു സംസ്ഥാനത്തിനും ഫെഡറേഷനിൽ നിന്ന് വേർപിരിയാൻ അവകാശമില്ല. 5ാമത്തെ സവിശേഷതയാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ പ്രസിഡൻഷ്യൽ സംവിധാനത്തിന് പകരം ബ്രിട്ടീഷ് പാർലമെന്ററി ഗവൺമെന്റ് സംവിധാനമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്.
The parliamentary system is based on the principles of cooperation and coordination between the legislative and executive organs, while the presidential system is based on the doctrine of separation of powers between the two organs. അതായത് പാർലമെന്ററി സംവിധാനം നിയമനിർമ്മാണ എക്സിക്യൂട്ടീവ് ഓർഗൻസ് തമ്മിലുള്ള സഹകരണത്തിന്റെയും ഏകോപനത്തിന്റെയും തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതേസമയം പ്രസിഡന്റ് സംവിധാനം രണ്ട് ഓർഗൻസ് തമ്മിലുള്ള അധികാര വിഭജനത്തിന്റെ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പാർലമെന്ററി സംവിധാനം വെസ്റ്റ് മിനിസ്റ്റർ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ പാർലമെന്ററി ഗവൺമെന്റിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? പ്രസൻസ് ഓഫ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്, അതായത് നാമമാത്രവും യാഥാർത്ഥ്യവുമായ എക്സിക്യൂട്ടീവുകളുടെ സാന്നിധ്യം. മെജോറിറ്റി പാർട്ടി റൂൾ, ഭൂരിപക്ഷ പാർട്ടി ഭരണം. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേച്ചർ, നിയമസഭയോടുള്ള എക്സിക്യൂട്ടീവിന്റെ കൂട്ടായ ഉത്തരവാദിത്തം. മെമ്പർഷിപ്പ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഇൻ ദ ലെജിസ്ലേച്ചർ, നിയമസഭയിൽ മന്ത്രിമാരുടെ അംഗത്വം. ലീഡർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓർ ദ ചീഫ് മിനിസ്റ്റർ, പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ നേതൃത്വം. ഡിസൊല്യൂഷൻ ഓഫ് ദ ലോവർ ഹൗസ്, ലോക്സഭ പിരിച്ചുവിടുന്നതിനാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യൻ പാർലമെന്ററി സംവിധാനം പ്രധാനമായും ബ്രിട്ടീഷ് മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെങ്കിലും രണ്ടും തമ്മിൽ ചില അടിസ്ഥാന വ്യത്യാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ പാർലമെന്റ് ഈസ് നോട്ട് എ sovereign body like the British Parliament. Further, the Indian state has an elected head, while British state has an hereditary head. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ റിപ്പബ്ലിക് സംവിധാനമാണുള്ളത്, എന്നാൽ ബ്രിട്ടനിൽ രാജവാഴ്ചയാണുള്ളത്. എന്നിരുന്നാലും ഇന്ത്യയിലായാലും ബ്രിട്ടനിലായാലും പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ പങ്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മലയാളത്തിൽ ഭരണഘടന മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളുമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.